വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഉള്ളവർ ഉടൻ ചികിത്സ തേടണമെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ 5 പേർക്ക് വെസ്റ്റ് നൈൽ പനി ബാധിച്ചതായി കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. 4 പേർ രോഗമുക്തരായി, ഒരാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്, സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിലെ ഒരു 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. ജനറലി ഇത് വെക്ടർ ബോൺ ഡിസീസ് ആണ്. മൊസ്കിറ്റോ പോലെ സെയിം ആസ് ഡെങ്കു സ്പ്രെഡ്സ്, സിമിലർലി വെസ്റ്റ് നൈലിൻ്റെ സ്പ്രെഡ് ആണ്. 5 പേരിലെ ഒരു 4 പേർ ഓൾറെഡി വീട്ടിൽ തിരിച്ചു പോയി, ഒന്നും പ്രശ്നമില്ല. പിന്നെ ഒരു ആൾ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റഡ് ആണ്. വിവരങ്ങളുമായി രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. രാഹുൽ, വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്? പ്രവിധ, വെസ്റ്റ് നൈൽ പനിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് 3 ജില്ലകൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലെ ആളുകൾ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ചികിത്സ തേടണമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം മഴക്കാലം അടുക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് കൊതുക് നശീകരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 5 പേർക്കാണ് വെസ്റ്റ് നൈൽ പനി കോഴിക്കോട് ജില്ലയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 4 പേർ രോഗമുക്തരായിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നത്. അതിനോടകം തന്നെ ഇവർ രോഗമുക്തരായി വീട്ടിലെത്തിയിരുന്നു. നിലവിൽ 4 പേർ വീട്ടിൽ നിരീക്ഷണത്തിലാണ്, അവർ രോഗമുക്തരാണ്. ബാക്കിയുള്ള ഒരാളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇദ്ദേഹം വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഉടൻ തന്നെ രോഗമുക്തരാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉള്ളത്. അതോടൊപ്പം തന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ രോഗലക്ഷണങ്ങളുള്ള ഒരാൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇയാളുടെ സ്രവ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. പൂനെയിൽ നിന്നും സ്രവം പരിശോധിച്ച ശേഷം ഇതിന്റെ റിസൾട്ട് ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് നിലവിലെ കോഴിക്കോട് ജില്ലയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം. അതോടൊപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊതുകിനെ നശിപ്പിക്കാൻ വേണ്ട പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള മറ്റു ചില രോഗങ്ങൾ കൂടി ജില്ലയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അതിലും കൃത്യമായ ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട്. പ്രവിധ, ശരി. വെസ്റ്റ് നൈൽ പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവരങ്ങളാണ് രാഹുൽ സുരേഷ് നൽകിയത്.